എല്ലാവർക്കും മെഡി ഫോക്കസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളതിൻ്റെ തുടർച്ചയാണ്. അതായത് നമ്മൾ പറഞ്ഞത് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ തന്നെ പുതിയ ഭാഗങ്ങൾ റെസിസ്റ്റേഴ്സ്. ഒരു സർക്യൂട്ടിൽ നമുക്ക് എങ്ങനെ റെസിസ്റ്ററുകളെ അറേഞ്ച് ചെയ്യാം, എങ്ങനെ ക്രമീകരിക്കാം, ദി അറേഞ്ച്മെൻറ്റ് ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻ ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട്. ഒരു വൈദ്യുത സർക്യൂട്ടിൽ റെസിസ്റ്ററുകളുടെ ക്രമീകരണത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് റെസിസ്റ്റൻസ്? അവിടെ ഒന്ന് നമുക്ക് തുടങ്ങാം. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനൊരു ഡെഫിനിഷൻ ഉണ്ടാവും, ഒരു നിർവചനം ശ്രദ്ധിക്കുക. റെസിസ്റ്റൻസ് ഈസ് എ മെഷർ ഓഫ് ദി ഓപ്പോസിഷൻ ടു ദി കറണ്ട് ഫ്ലോ ഇൻ ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട്. ഒരു വൈദ്യുത സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹത്തിന് ഉണ്ടാകുന്ന എതിർപ്പ്, അതിനുണ്ടാകുന്ന ഒരു തടസ്സം, അതിൻ്റെ അളവിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഏതൊരു ചാലകമായാലും ഏതൊരു സർക്യൂട്ടായാലും അതിലൊക്കെ ഒരു എതിർപ്പുണ്ടാകും. കറണ്ട് കടന്നു പോകുന്നുവെങ്കിൽ അതിനൊരു എതിർപ്പും അവിടെ ഉണ്ടാവും. അതിൻ്റെ അളവ് കൂടിയെന്ന് വരാം, കുറഞ്ഞെന്ന് വരാം. ആ അളവിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ വൈദ്യുത പ്രവാഹത്തെ തടസ്സപ്പെടുത്താൻ കഴിവുള്ള വസ്തുക്കളാണ് റെസിസ്റ്ററും റെസിസ്റ്റൻസും. റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവാണ്, ഒരു സാധനമാണ്, ഒരു മെറ്റീരിയലാണ്. ഒരു വയറാകാം, ഒരു ബൾബാകാം, അതേപോലെ ഏതെങ്കിലും ഒരു ഉപകരണം, ഇലക്ട്രിക്കൽ ഉപകരണ ഡിവൈസ് ആവാം, എന്തു ആവാം. അതാണ് റെസിസ്റ്റർ. അതിന് എത്രത്തോളം കറണ്ടിനെ എതിർക്കാൻ പറ്റുന്നുണ്ട്, ആ കഴിവിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. റെസിസ്റ്റൻസ്, പ്രതിരോധം. അതിന് ഒരു അളവൊക്കെ ഉണ്ട്. ആ അളവ് യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റ് ഓം എന്നാണ്. ഓം, റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം. ഇനി ഇതിനെ സർക്യൂട്ടിൽ നമ്മൾ രേഖപ്പെടുത്തുക ഇങ്ങനെയാണ്. ഇതാണ് റെസിസ്റ്ററിന്റെ സിമ്പൽ. ഈ രീതിയിലാണ് നമ്മൾ ഒരു സർക്യൂട്ടിൽ റെസിസ്റ്റർ അടയാളപ്പെടുത്തുന്നത്. ഇത്രയാണ് നമ്മൾ റെസിസ്റ്ററിനെ കുറിച്ച് അറിയേണ്ടത്. ഇനി എങ്ങനെയാണ് ഈ റെസിസ്റ്റർ ഒരു സർക്യൂട്ടിൽ നമ്മൾ ഘടിപ്പിക്കുന്നത്? ആ ഘടിപ്പിക്കുമ്പോൾ എന്തെല്ലാമാണ് അവിടെ സംഭവിക്കുന്നത് നോക്കാം. ഇപ്പൊ സിൽവർ എന്ന് പറയുന്ന ഒരു ലോഹം, സിൽവർ എന്ന് പറഞ്ഞാൽ വെള്ളി, ഒരു ലോഹമാണ്, നല്ലൊരു ചാലകമാണ്, ഏറ്റവും നല്ല ചാലകമാണ്, ഏറ്റവും ബെസ്റ്റ് കണ്ടക്ടർ. അതിലൂടെ വൈദ്യുതി വളരെ സുഗമമായിട്ട് കടന്നു, വളരെ എളുപ്പത്തിൽ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ വൈദ്യുതി കടന്നു പോകുന്നത് സുഗമമായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ തടസ്സം വളരെ കുറവാണ്. അപ്പൊ നമ്മൾ പറയുക എങ്ങനെയാണത്? സിൽവറിന് കണ്ടക്റ്റൻസ്, ചാലകത കൂടുതലാണ്, കടത്തിവിടാനുള്ള കഴിവ് കൂടുതലാണ് കറണ്ടിനെ. അതിന് എതിർക്കാനുള്ള കഴിവ് കുറവാണ്, റെസിസ്റ്റൻസ് കുറവാണ്. അപ്പൊ പ്രതിരോധം കുറഞ്ഞ, റെസിസ്റ്റൻസ് കുറഞ്ഞ ഒരാളാണ് സിൽവർ. എന്നാൽ കണ്ടക്റ്റൻസ്, ചാലകത കൂടിയ ആളാണ് സിൽവർ. അപ്പൊ കടത്തിവിടാനുള്ള കഴിവിനെയാണ് നമ്മൾ ചാലകത എന്ന് പറയുക. തടസ്സപ്പെടുത്താനുള്ള കഴിവിനെയാണ് നമ്മൾ പ്രതിരോധം, റെസിസ്റ്റൻസ് എന്ന് പറയുക. ഇനി മറ്റൊരു ലോഹമാണ് ടങ്സ്റ്റൺ. ടങ്സ്റ്റന്റെ പ്രത്യേകത എന്താ? ടങ്സ്റ്റണില് വൈദ്യുതി കടന്നു പോകുന്നത് വളരെ ചെറിയ അളവിലാണ്. കാരണം അവിടെ തടസ്സം വളരെ കൂടുതലാണ്, എതിർപ്പ്, ഓപ്പോസിഷൻ വളരെ കൂടുതലാണ്. ആ ഓപ്പോസിഷൻ കൂടുതലായതുകൊണ്ട് നമ്മൾ പറയും അവിടെ പ്രതിരോധം, റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ്. കറണ്ട് വളരെ കുറഞ്ഞ അളവിലേ കടന്നു പോകുന്നുള്ളൂ. അപ്പൊ നമ്മൾ പറയും കണ്ടക്റ്റൻസ് വളരെ കുറവാണ്. അപ്പൊ കണ്ടക്റ്റൻസും റെസിസ്റ്റൻസും തമ്മിലുള്ള ബന്ധം എന്താ? കണ്ടക്റ്റൻസ് കൂടുമ്പം റെസിസ്റ്റൻസ് കുറയും, കണ്ടക്റ്റൻസ് കുറയുകയാണെങ്കിൽ റെസിസ്റ്റൻസ് കൂടും. ഇത്രയേ ഉള്ളൂ. വൈദ്യുതിയെ കടത്തിവിടാനുള്ള കഴിവ് കൂടുമ്പോൾ, അതാണ് കണ്ടക്റ്റൻസ്, ചാലകത കൂടുമ്പോൾ വൈദ്യുതിയെ എതിർക്കാനുള്ള കഴിവ് കുറയും. അതാണ് റെസിസ്റ്റൻസ്, പ്രതിരോധം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളിത് സർക്യൂട്ടിലേക്ക് ഘടിപ്പിക്കാൻ പോവുകയാണ്. നമ്മൾ ഈ പ്രതിരോധം എടുത്ത് നമ്മളെ സർക്യൂട്ടിലേക്ക് ഘടിപ്പിക്കുകയാണ്. നോക്കൂ, ഇവിടെ രണ്ട് റെസിസ്റ്ററുകളുണ്ട്, R1 R2. രണ്ട് റെസിസ്റ്ററുകളാണ്, R1 ആൻഡ് R2. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, S1 S2. അതേപോലെ രണ്ട് റെസിസ്റ്ററുകൾ ഞാൻ മറ്റൊരു സർക്യൂട്ടിൽ ക്രമീകരിച്ചിരിക്കുന്നു. ഇവിടെ R1 R2 സ്വിച്ചുകൾ, S1 S2. നോക്കൂ, നമുക്ക് ആദ്യത്തെ സർക്യൂട്ട് ഒന്ന് പരിശോധിക്കാം. ആദ്യത്തെ സർക്യൂട്ടിലേക്ക് നോക്കുക.
ബാറ്ററി ഉണ്ട്, ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് ഓൺ ചെയ്താൽ കറണ്ട് എപ്പോഴും പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കാണ് കടന്നു പോവുക. അപ്പോൾ സ്വിച്ച് 1 നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് നേരെ R1-ലെത്തും. R1 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് പ്രതിരോധത്തിലെത്തും. അവിടെ നിന്ന് R2-ലേക്ക് പോകണമെങ്കിൽ S2 ഓൺ ചെയ്യണം. S2 ഓൺ ചെയ്തില്ലെങ്കിൽ തുടർന്ന് വൈദ്യുതിക്ക് കറണ്ടിനെ ഫ്ലോ ചെയ്യാൻ കഴിയില്ല. അപ്പം ഞാൻ S2 ഓൺ ചെയ്തു. അപ്പോൾ കറണ്ട് R2-ലെത്തുന്നു. R2-ലൂടെ പാസ് ചെയ്ത് വന്ന് നെഗറ്റീവ് ടെർമിനലിൽ എത്തുന്നു. അങ്ങനെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് പോയ കറണ്ട് വൈദ്യുതി അതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് നെഗറ്റീവിൽ ഒന്ന് ചേരുകയാണ്. അങ്ങനെ പോസിറ്റീവിൽ തുടങ്ങി റെസിസ്റ്ററുകളിലൂടെ ഉപകരണങ്ങളിലൂടെ കടന്നു പോയി നെഗറ്റീവിലെത്തിയാൽ നമുക്ക് പറയാം സർക്യൂട്ട് കംപ്ലീറ്റഡ്. സർക്യൂട്ട് കംപ്ലീറ്റ് ആയോടെ, സർക്യൂട്ട് കംപ്ലീറ്റ് ആയാലേ ഇവർ പ്രവർത്തിക്കാൻ തുടങ്ങുള്ളൂ. അപ്പൊ ഒന്ന് നോക്കൂ, ഈ S1-ഉം ഓണാണ്, S2-ഉം ഓണാണ്. രണ്ട് സ്വിച്ചും ഓൺ ആണെങ്കിൽ മാത്രമേ കറണ്ട് ഇവിടെ എത്തുന്നുള്ളൂ, സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നുള്ളൂ, ഈ രണ്ട് റെസിസ്റ്ററുകൾക്കും പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. സ്വിച്ച് രണ്ടും ഓൺ ചെയ്യണം. അപ്പം ഇവിടെ ഇങ്ങനെ രണ്ട് പ്രത്യേക സ്വിച്ചുകളും ആവശ്യമായി വരുന്നില്ല. കാരണം ഇത് വർക്ക് ചെയ്യണമെങ്കിൽ രണ്ടും ഓൺ ചെയ്യണം. അപ്പോൾ രണ്ടും ഓൺ ചെയ്യണമെങ്കിൽ എന്തിന് രണ്ടെണ്ണം വെക്കുന്നു? നമ്മൾ രണ്ടെണ്ണത്തിൻ്റെ ആവശ്യമില്ല. ഇവിടെ കണക്ഷൻ കൊടുത്തു, ഇവിടെ കൊടുത്തു, നമ്മളൊരു ഒറ്റ സ്വിച്ച് വെക്കുന്നു. ഇവിടെ വെക്കാം, ഇവിടെ വെക്കാം, എവിടെ വേണമെങ്കിലും വെക്കാം. പോസിറ്റീവിൽ നിന്ന് ഉള്ള ഈ വയറിൽ എവിടെ വേണമെങ്കിൽ സ്വിച്ച് വെക്കാം. ഒരൊറ്റ സ്വിച്ച് വെച്ചാൽ മതി. ഒരു സ്വിച്ച് വെച്ച് കഴിഞ്ഞാൽ സ്വിച്ച് ഓൺ ചെയ്താൽ കറണ്ട് R1-ലൂടെയും R2-ലൂടെയും പാസ് ചെയ്ത് പോകുന്നു, സർക്യൂട്ട് കംപ്ലീറ്റ് ആകുന്നു, പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നിലധികം സ്വിച്ചുകൾ വെക്കുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. ഓരോ റെസിസ്റ്റൻസും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നോരോന്ന് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കില്ല. ഒരു സ്വിച്ച് ഓൺ ചെയ്തിട്ട് എല്ലാം വർക്ക് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ഓരോന്നിനും സ്വിച്ചുകൾ വെച്ച് കൊടുത്തിട്ട് എല്ലാ സ്വിച്ചും ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം വർക്ക് ചെയ്യും. അല്ലാതെ ഇത് മാത്രം വർക്ക് ചെയ്യിപ്പിക്കാൻ സാധ്യമല്ല. അതാണ് ഈ കണക്ഷന്റെ ഒരു കുഴപ്പം. ഈ കണക്ഷന്റെ പേരാണ് സീരീസ് കണക്ഷൻ, ശ്രേണി രീതി. അപ്പോൾ എന്ത് കണക്ഷനാണത്? സീരീസ് കണക്ഷൻ. അപ്പൊ സീരീസ് കണക്ഷന്റെ പ്രശ്നം അതാണ്. ഇനി ഇതിൽ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് അത് എത്രയായാലും അത് ഇതിലൂടെ പാസ് ചെയ്തു, ഇതിലൂടെ വന്നു, ഇങ്ങനെയാണ് വോൾട്ടേജ് വരുന്നത്. ഈ തറ്റം ഇതാണ് പോസിറ്റീവ് എന്ന് വരുന്ന ഭാഗം, ഇത് നെഗറ്റീവ് എന്ന് വരുന്ന ഭാഗം. ഇതിന്റെ ഇടയിൽ ഈ രണ്ട് എൻഡിന്റെ ഈ രണ്ട് അഗ്രങ്ങൾക്കിടയിൽ നമ്മൾ ഇവിടെ എത്ര വോൾട്ടാണോ കൊടുക്കുന്നത് അത് കിട്ടും. ഇവിടെ നിങ്ങൾ 100 വോൾട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഈ രണ്ട് എൻഡിന് ഇടയിൽ 100 വോൾട്ട് ആയിരിക്കും. അതിവിടെ എത്ര റെസിസ്റ്ററുകൾ ഉണ്ടെങ്കിലും ശരി, ഇവിടെ നിങ്ങൾ എത്ര വോൾട്ടാണോ കൊടുക്കുന്നത് ആ അതേ അളവിലായിരിക്കും ഈ രണ്ട് എൻഡിനിടയിൽ കിട്ടുക. ഇതിനകത്ത് എത്ര റെസിസ്റ്ററുകൾ ആണെങ്കിലും വെച്ചോളൂ, നിങ്ങൾ എത്ര വെച്ച് കഴിഞ്ഞാലും ഇതില് ഇടയിൽ 100 വോൾട്ട് ആയിരിക്കും. അതിന്റെ അർത്ഥം ഈ 100 വോൾട്ട് ഇതിന് കിട്ടുന്നോ, ഈ 100 വോൾട്ട് അതേപോലെ ഇതിന് കിട്ടുന്നോ അല്ല. ഇവിടെ എത്ര റെസിസ്റ്ററുകൾ ഉണ്ടോ അവരുടെ എല്ലാവരുടെയും വോൾട്ടേജ്, അവർക്കെല്ലാവർക്കും കിട്ടുന്ന വോൾട്ടേജ് കൂട്ടി എടുത്തു കഴിഞ്ഞാൽ അത് 100 ആയിരിക്കും. ഇവിടം ഈ രണ്ടും അതിന്റെ ഇടയിലാണ്. അപ്പൊ അതിന്റെ ഇടയിൽ എത്ര സാധനങ്ങൾ നിങ്ങൾ വെക്കുന്നുണ്ടോ അവർക്ക് ഇത് വീതിച്ച് ഡിവൈഡ് ചെയ്ത് പോകും. ഓരോരുത്തർക്കും ഓരോ അളവിലാണ് കിട്ടുക. അതിവിടെ റെസിസ്റ്റൻസ് അനുസരിച്ചിട്ടാണ് കിട്ടുക. ടോട്ടൽ എന്ത് പറഞ്ഞാലും 100 ആയിരിക്കും. അപ്പൊ ഇവിടെ കൊടുക്കുന്ന അതായിരിക്കും ഇവിടെ എല്ലാവർക്കും കൂടി കിട്ടുന്ന റെസിസ്റ്റൻസ്. ടോട്ടൽ ഓരോ ആളുകളുടെ ഡിഫറെന്റ് ആയിരിക്കും. ഇനി മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഒരു കറണ്ട് ഉണ്ടാവില്ല, വോൾട്ടേജ് ഉണ്ടെങ്കിൽ കറണ്ടും ഉണ്ട്. 2 ആംപിയർ ആണ് കറണ്ട് എന്ന് കരുതാം. 2 ആംപിയർ. ഈ 2 ആംപിയർ ഇതിലൂടെ വന്നു പാസ് ചെയ്തു, അത് ഇതിലൂടെ പിന്നെ പാസ് ചെയ്തു. 2 ആംപിയർ ആണ് ഇതിലൂടെയും പാസ് ചെയ്തു പോവുക, 2 ആംപിയർ ആണ് ഇതിലൂടെയും പാസ് ചെയ്തു പോവുക. അങ്ങനെ പാസ് ചെയ്തതിലൂടെ വന്ന് ഇവിടെ എത്തും. അപ്പൊ കൊടുക്കുന്ന വോൾട്ടേജ് ഡിവൈഡ് ചെയ്ത് ഓരോരുത്തർക്കും വീതിച്ചു പോയി. മൊത്തം ഇവിടെയും എടുത്താൽ ഇവിടെ തൊട്ട് ഇവിടെ വരെ മൊത്തം നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഇവിടെ കൊടുത്ത വോൾട്ടേജ് ആണ് ഉണ്ടാവുക. എന്നാൽ കറണ്ടിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. കറണ്ട് ഓരോരുത്തർക്കും ഇവിടെ 10 എണ്ണം ഉണ്ടെങ്കിൽ 10 ആൾക്കും 2 ആംപിയർ. ഇവിടെ 2 ആംപിയർ ആണെങ്കിൽ 10 ആൾക്കും 2 ആംപിയർ, ഓരോ ആളുകൾക്കും 2 ആംപിയർ. അപ്പം എല്ലാത്തിലൂടെയും 2 ആംപിയർ കടന്നു പോകും. ഓക്കെ,
ഇത് സീരീസ് കണക്ഷൻ. ഇനി ഇവിടേക്ക് നോക്കുക. ഇവിടെ സ്വിച്ച്, ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. ഇതിൽ S1 എന്ന് പറയുന്ന സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് പോസിറ്റീവ് എന്ന് വന്ന് S1 വന്ന് R1 പോയി തിരിച്ച് നെഗറ്റീവിലെത്തുന്നു. ഇനി S2 ആണ് ഓൺ ചെയ്തതെങ്കിൽ കറണ്ട് വരുന്നു, S2 പാസ് ചെയ്ത് പോകുന്നു, R2 പാസ് ചെയ്തിട്ട് നെഗറ്റീവിലെത്തുന്നു. ഓക്കെ, അപ്പൊ ഈ സ്വിച്ച് ഓൺ ചെയ്താൽ ഇത് മാത്രം വർക്ക് ചെയ്യും, R1 മാത്രം, അതിലൂടെ മാത്രം വൈദ്യുതി കടന്നു. S2 ആണ് ഓൺ ചെയ്യുന്നതെങ്കിൽ അതിലൂടെ R2 മാത്രം വൈദ്യുതി കടന്നു പോകും. ഇവിടത്തെ പോലെയല്ല, ഇവിടെ നമുക്ക് R1 മാത്രം വേണമെങ്കിൽ വർക്ക് ചെയ്യിപ്പിക്കാം, R2 മാത്രം വേണമെങ്കിൽ വർക്ക് ചെയ്യിപ്പിക്കാം. രണ്ടിനും സെപ്പറേറ്റ് വേറെ വേറെ സ്വിച്ചുകൾ കൊടുത്ത് രണ്ടിനും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിന്റെ പേരാണ് പാരലൽ കണക്ഷൻ, സമാന്തര രീതി. പാരലൽ കണക്ഷൻ, സമാന്തര രീതി. നോക്കുക, ഇനി ഇതിലെ പ്രത്യേകത, ഞാനിവിടെ 100 വോൾട്ട് കൊടുക്കുന്നു, 100 വോൾട്ട് കൊടുത്തു, ഇവിടെ 100 വോൾട്ടാണ്. ആ 100 വോൾട്ട് ഇതിൻ്റെയും ഈ രണ്ട് എൻഡിൻ്റെ ഇടയിൽ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ 100 വോൾട്ട്. അപ്പൊ ഈ എൻഡിന്റെയും ഇടയിൽ തന്നെയാണ് ഇത് കണക്ട് ചെയ്തതും ഇത് കണക്ട് ചെയ്തതും. ഇവിടത്തെ പോലെ ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തതല്ല, രണ്ടും ഈ എൻഡിലാണ്. ഇതും കണക്ട് ചെയ്തിരിക്കുന്നത് ഈ രണ്ട് എൻഡുകളിലാണ്, ഈ റെസിസ്റ്ററും കണക്ട് ചെയ്തിരിക്കുന്നത് രണ്ട് എൻഡിലുമാണ്. പഠിച്ചു വെക്കുക, ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾക്കും 100 വോൾട്ട് കിട്ടും, ഈ റെസിസ്റ്ററിനും 100 വോൾട്ട് കിട്ടും. ഇവിടെ എത്രയാണോ നിങ്ങൾ കൊടുക്കുന്ന വോൾട്ടേജ്, ആ വോൾട്ടേജ് രണ്ടു പേർക്കും, രണ്ടല്ല ഇനി 3 ആളുകൾ ഉണ്ടെങ്കിൽ 3 പേർക്കും, 4 ആളുണ്ടെങ്കിൽ 4 പേർക്കും, എത്ര റെസിസ്റ്ററുകൾ അവിടെ കണക്ട് ചെയ്തിട്ടുണ്ടോ എല്ലാ റെസിസ്റ്ററുകൾക്കും ഈക്വലായിട്ട്, തുല്യമായിട്ട് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് കിട്ടും. അത് ഡിവൈഡ് ചെയ്ത് പോകുന്നില്ല, ഇവിടെ ഡിവൈഡ് ചെയ്ത് പോയിട്ടുണ്ട്. ഇനി കറണ്ടാണ്. അപ്പൊ നേരത്തെ പോലെ 2 ആംപിയർ 2 ആംപിയർ ആണ് കറണ്ട് എന്ന് കരുതുക. ആ കറണ്ട് ഇങ്ങനെ വരുന്നു, ഇതിലൂടെ വന്ന് ഇവിടെ എത്തുന്നു. ഇവിടെ എത്തിയതിന് ശേഷം കുറച്ച് കറണ്ട് ഇതിലൂടെയും പോകുന്നു, കുറച്ച് കറണ്ട് ഇതിലൂടെയും പോകുന്നു. ഇവിടുത്തെ റെസിസ്റ്റൻസിനനുസരിച്ചാണ് ഇതിലൂടെ പോവുക, ഇവിടുത്തെ റെസിസ്റ്റൻസിനനുസരിച്ചാണ് ഇതിലൂടെ പോവുക. ഇത് എത്രയെന്ന് നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ പറ്റും. അതിന് ഇക്വേഷൻസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്, അതൊന്നും നമ്മളിപ്പോൾ പരിശോധിക്കുന്നില്ല. എന്തായാലും കൊടുക്കുന്ന 2 ആംപിയർ വീതം വെച്ച് ഡിവൈഡ് ചെയ്ത് 2 ഭാഗത്തൂടെ കടന്നു പോകും. അപ്പൊ ഇതിലൂടെ കടന്നു പോകുന്ന കറണ്ടും ഇതിലൂടെ കടന്നു പോകുന്ന കറണ്ടും കൂടിച്ചേർന്നാൽ അത് 2 ആംപിയർ ഉണ്ട്, ടോട്ടൽ 2 ആംപിയർ ആയി. ഓക്കെ, ഇതാണ് സമാന്തര രീതി അഥവാ പാരലൽ കണക്ഷൻ. 2 രീതിയിലാണ് നമ്മൾ റെസിസ്റ്ററുകൾ സർക്യൂട്ടിൽ കണക്ട് ചെയ്യുക. സീരീസ്, ശ്രേണി രീതി, സമാന്തരം, പാരലൽ കണക്ഷൻ, രണ്ടും പഠിക്കുക. ഇതേതാണ് കണക്ഷൻ? ഇത് സീരീസ് കണക്ഷനാണ്. സീരീസ് കണക്ഷന്റെ പ്രത്യേകത എന്താണ്? വോൾട്ടേജ്, ടോട്ടൽ വോൾട്ടേജ്, ഇവിടെ കിട്ടുന്ന വോൾട്ടേജ്, ഇവിടെ കിട്ടുന്ന വോൾട്ടേജ് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ടോട്ടൽ വോൾട്ടേജ് ആയി. അതാണ് അതിന്റെ പ്രത്യേകത. മാത്രമല്ല ഇതിലൂടെ ഒഴുകുന്ന കറണ്ടും സെയിം ആയിരിക്കും. അപ്പൊ ഇവിടെ 100 വോൾട്ട് ആണെങ്കിൽ ഇവിടുത്തെ വോൾട്ടും കൂടെ കൂട്ടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 100 വോൾട്ട് ആയിരിക്കും. കറണ്ട് 2 ആംപിയർ ആണെങ്കിൽ ഇവിടെയും 2 ആംപിയർ ആയിരിക്കും, ഇവിടെയും 2 ആംപിയർ ആയിരിക്കും. ഇതാണ് സീരീസിന്റെ പ്രത്യേകത. അത് വെച്ച് നമുക്ക് നോക്കാം, ശ്രദ്ധിക്കുക. അപ്പൊ വോൾട്ടേജ്, ടോട്ടൽ വോൾട്ടേജ്, ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജ് ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2. എന്താണ് V എന്ന് പറഞ്ഞാൽ? V1 എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടുന്ന വോൾട്ടേജ്, V2 എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടുന്ന വോൾട്ടേജ്, രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ടോട്ടൽ വോൾട്ടേജ്. ഓംസ് ലോ പ്രകാരം, അക്കോർഡിംഗ് ടു ഓംസ് ലോ പ്രകാരം നമ്മൾ പഠിച്ചിട്ടുണ്ട് V ഈസ് ഈക്വൽ ടു IR. V എന്ന് പറഞ്ഞാൽ കറന്റ് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ കൊടുക്കുകയാണ് V. അപ്പൊ IR ഈസ് ഈക്വൽ ടു V1 എന്ന് പറഞ്ഞാൽ എന്താണ്? അതേ ഇക്വേഷൻ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം വരും. IR1 പ്ലസ് V2 പറഞ്ഞാലോ IR2.
ആറിൽ വ്യത്യാസമുണ്ട്. V1 ആയതുകൊണ്ട് ഇവിടെ ഒന്നാമത്തെ റെസിസ്റ്റൻസിൽ കിട്ടുന്ന വോൾട്ടേജ് IR1, രണ്ടാമത്തേൽ IR2. ഈ 1ഉം 2 ഒക്കെ എന്തായി 1, 2 എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഇവിടെ എന്തുകൊണ്ടാ ഐക്ക് മാത്രം അങ്ങനെ നമ്പർ ഇടാത്തത്, I1 I2 ഇടാത്തത് എന്തുകൊണ്ടാ? ഐ വ്യത്യാസമില്ല, എല്ലാ സ്ഥലത്തും ഐ ഒരേപോലെയാണ്. വ്യത്യാസമുള്ളത് വോൾട്ടേജിലും റെസിസ്റ്റൻസിലും ഒക്കെയാണ് വ്യത്യാസമുള്ളത്. അതുകൊണ്ടാണ് അതിന് വേറെ വേറെ നമ്പർ ഇട്ട് കൊടുത്ത് ഒന്നാമത്തത് രണ്ടാമത്തത് നമ്പർ ഇട്ട് കൊടുത്തത്. ഐക്ക് അതിൻ്റെ ആവശ്യമില്ല. ഐ എന്ന് പറഞ്ഞാൽ കറണ്ട്, വൈദ്യുതിക്ക് ആവശ്യമില്ല. വൈദ്യുതി എല്ലാ സ്ഥലത്തും ഒരേ അളവാണ്. ഇപ്പം നമ്പർ ഇട്ട് വേറെ വേറെ കാണിക്കേണ്ട കാര്യമില്ല. നോക്കാം, IR = രണ്ട് സ്ഥലത്തും ഐ ഉള്ളതുകൊണ്ട് അത് കോമൺ ആണ്. ബാക്കി ഇവിടെ R1 പ്ലസ് ഇവിടെ ഉണ്ടാവുക R2 ബ്രാക്കറ്റ് ഇട്ടു. കോമൺ ആയിട്ട് ഐ പുറത്തേക്ക് എടുത്തതാണ്. I × R1 IR1, I × R2 IR2. എന്നിട്ട് ഇപ്പം ഈ രണ്ട് ഭാഗത്തും ഐ ഉണ്ട്. ഒന്നെങ്കിൽ ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്യാം കോമൺ ആയിട്ട് വന്നതുകൊണ്ട്. അതല്ല എങ്കിൽ ഐനെ അങ്ങോട്ട് കൊണ്ടുവരാം. ഇത് ഗുണിക്കണമാണ്, I × അപ്പം ഇങ്ങോട്ട് വന്നാൽ ഡിവൈഡഡ് ബൈ IR / I ഇങ്ങോട്ട് പോകും = R1 + R2. ഇനി ക്യാൻസൽ ചെയ്യും. That is R = R1 + R2. R = R1 + R2. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. R കാണാനുള്ള ഇക്വേഷൻ R = R1 + R2. ടോട്ടൽ റെസിസ്റ്റൻസ് അതാണ് R. എഫക്റ്റീവ് റെസിസ്റ്റൻസ് സഫല പ്രതിരോധം അത് കാണാൻ R1 + R2. ഇതും കൂട്ടിയാൽ മതി, സഫല പ്രതിരോധം കിട്ടും. ഇങ്ങനെ കണ്ടുപിടിക്കുമ്പം കിട്ടുന്ന ആൻസർ വലിയ സംഖ്യ ആയിരിക്കും. ഇവിടെ കിട്ടുന്ന രണ്ടെണ്ണത്തിനേക്കാളും വലിയ സംഖ്യ, കാരണം കൂട്ടുകയാണ്, വളരെ വലുതായിരിക്കും. ഇപ്പൊ പഠിച്ചു വെക്കുക, ഇങ്ങനെ സീരീസ് കണക്ഷനിൽ നമ്മൾ റെസിസ്റ്ററുകൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സഫല പ്രതിരോധം, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് നന്നായിട്ട് കൂടും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ഇതേ കാര്യം നമുക്ക് സമാന്തര രീതിയിൽ പാരലൽ കണക്ഷനിൽ ഒന്ന് പരിശോധിച്ചു നോക്കാം. ഇതിലെ പ്രത്യേകത എന്താണ്? ഇവിടെ കിട്ടുന്ന വോൾട്ടേജും ഇവിടെ കിട്ടുന്ന വോൾട്ടേജും ഈക്വൽ ആണ്. ഇതിലൂടെ ഒഴുകുന്ന കറണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ കറണ്ട് കിട്ടും. അതാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ എഴുതാൻ പോകുന്നത് I എന്ന് പറഞ്ഞാൽ ആകെ കറണ്ട്, ടോട്ടൽ = ഇതിലൂടെ ഒഴുകുന്ന കറണ്ടിന് നമുക്ക് I1 എന്ന് വിളിക്കാം, പ്ലസ് ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് നമുക്ക് I2 എന്ന് വിളിക്കാം, I1 + I2. നോക്കാം, ഓംസ് ലോയിൽ എന്താ പറയുന്നത്? എന്താണ് ഓംസ് ലോ പറയുന്നത്? I = V/R എന്നാണ് ഓംസ് ലോ. I = V/R അങ്ങനെയാണ് ഓംസ് ലോയിൽ പറയുന്നത്. ഓംസ് ലോ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. അപ്പൊ നമ്മൾ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഓംസ് ലോ ഇങ്ങനൊരു ട്രയാങ്കിൾ മാർക്ക് ചെയ്യുക. അതില് ഇവിടെ നിങ്ങൾ V കൊടുക്കുക. ഇങ്ങനൊരു ട്രയാങ്കിൾ നിങ്ങൾ വരയ്ക്കുക. ഓംസ് ലോ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. അതിനിങ്ങനെ 3 പാർട്സ് ആക്കി മാറ്റുക. ഇവിടെ I കൊടുക്കുക, ഇവിടെ R കൊടുക്കുക, ഇവിടെ V കൊടുക്കുക. എന്നാൽ നിങ്ങൾക്ക് I ആണ് കിട്ടുന്നത്, ഐയുടെ ഇക്വേഷൻ ആണ് വേണ്ടതെങ്കിൽ I ഇങ്ങനെ മറച്ചു പിടിക്കുക. I = V/R. നിങ്ങൾക്ക് റെസിസ്റ്റൻസ് ആണ് വേണ്ടെങ്കിൽ R മറച്ചു പിടിക്കുക. R = V/I. നിങ്ങൾക്ക് വോൾട്ടേജ് ആണ് വേണ്ടതെങ്കിൽ V ഇങ്ങനെ മറച്ചു പിടിക്കുക. അപ്പോൾ I × R, IR. ഇപ്പൊ നമുക്ക് I ആണ് വേണ്ടത്. അപ്പൊ I മറച്ചു പിടിച്ചാൽ V/R. അങ്ങനെയാണ് ഇക്വേഷൻ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ I = V/R ആണ്. അപ്പൊ നമ്മൾ ഇവിടെ കൊടുക്കുകയാണ് Iക്ക് V/R = I1 ആകുമ്പോൾ അത് V/R1, I2 ആകുമ്പോൾ അത് V/R2. അപ്പൊ നമുക്ക് വേണ്ട ഇക്വേഷൻ ഏതാണ്? I = V/R. അപ്പൊ ഇവിടെ എന്ത് വരും? V/R. ഇവിടെ എന്ത് വരും? V/I1 ആയതുകൊണ്ട് R1 പ്ലസ് ഇവിടെ എന്ത് വരും? V/R2.
എന്തിലും മാത്രമാണ് വ്യത്യാസമുള്ളത്? ഇവിടെ ഐക്ക് 1 ഉണ്ട്, 2 ഉണ്ട്, ഇവിടെ അതേപോലെ ആറിന് 1 ഉണ്ട്, 2 ഉണ്ട്, ഒന്നാമത്തത് രണ്ടാമത്തത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി. വിക്ക് മാത്രം അങ്ങനെ ഒരു നമ്പർ കാണുന്നില്ല. എന്തുകൊണ്ടാണ് കാണാത്തത്? വി രണ്ടു പേർക്കും ഇവിടെ എത്ര ആളുകളുണ്ട് അവർക്ക് എല്ലാവർക്കും വി ഒരേപോലെയാണ്. ഇപ്പൊ നമ്പർ ഇട്ട് വേറെ വേറെ കാണിക്കേണ്ട കാര്യമില്ല. ഏത് കണക്ഷനില്? പാരലൽ കണക്ഷനില്. അപ്പൊ വി ബൈ ആർ. ഇനി നോക്കാം, നമുക്ക് എല്ലാ സ്ഥലത്തും വി കോമൺ ആണ്. അപ്പൊ വി ഞാൻ അങ്ങ് എടുത്ത് പുറത്ത് വെക്കുകയാണ്. അപ്പൊ വി ബൈ ആർ ഈസ് ഈക്വൽ ടു വി ഇൻറ്റു വി രണ്ട് സ്ഥലത്തുള്ളതുകൊണ്ട് കോമൺ ആക്കി പുറത്തേക്ക് വെച്ചു. ഇവിടുന്ന് വി പോയി കഴിഞ്ഞാൽ 1/R1 എന്നാണ് വരിക. ഒരുള്ള സാധനം മുഴുവനായിട്ട് എടുത്ത് കോമൺ ആക്കി വെച്ച് അവിടെ 1 കൊടുക്കണം. 1/R1 പ്ലസ് ഇവിടുന്ന് വി പോയി കഴിഞ്ഞാൽ 1/R2 എന്നാണ് വരിക. ഓക്കെ, അപ്പൊ ഇവിടെ വി ഉണ്ട്, വി എടുത്ത് പുറത്തേക്ക് വെച്ചു, വി എടുത്ത് പുറത്തേക്ക് വെച്ചു. അപ്പൊ ഉള്ള കാര്യം മുഴുവനായിട്ട് എടുത്ത് മാറ്റുകയാണെങ്കിൽ അവിടെ 1 വരും. ഇങ്ങനെ വന്നു. ഇനി വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇത് ക്യാൻസൽ ചെയ്യാം. ഇങ്ങനെ വിയും വിയും ക്യാൻസൽ ചെയ്യാം. അതല്ല എങ്കിൽ ഇത് ഇൻറ്റു വി ആണ്. അതിന് ഇങ്ങോട്ട് വന്നാൽ ഡിവൈഡഡ് ബൈ വി ആവും. അവിടുന്ന് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടുന്ന് ക്യാൻസൽ ചെയ്തു, വി വി ക്യാൻസൽ ചെയ്തു, ഒരേപോലെ വന്നു. ഇവിടെ പൊതുവായിട്ടുള്ള വി ആണ്, ഇവിടെ ഒരു വി, രണ്ട് ക്യാൻസൽ ചെയ്തു. അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ വിനെ ഇൻറ്റു വി ആണ് ഇവിടേക്ക് കൊണ്ടുവരിക ബൈ വി എന്ന്. അപ്പം മുകളിലെ വിയും താഴത്തെ വിയും തമ്മിൽ ക്യാൻസൽ ചെയ്തു. ഇപ്പൊ നമുക്ക് കിട്ടിയത് എന്താണ്? ഇവിടെ കിട്ടിയത് എന്താണ്? ഇവിടെയുള്ള കംപ്ലീറ്റ് വി വെട്ടിപ്പോയി. ഇപ്പൊ 1/R ഉള്ളത് മുഴുവൻ പോയി കഴിഞ്ഞാൽ 1 ആണ് വരിക. 1/R ഇസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2. ഇതാണ് സീരീസ് പാരലൽ കണക്ഷൻ. ഇതാണ് പാരലൽ കണക്ഷനിൽ സമാന്തര രീതിയിൽ നമ്മൾ സഫല പ്രതിരോധം, ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. എന്താ ഇക്വേഷൻ? 1/R ഇസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2. ഇങ്ങനെ കണ്ടുപിടിക്കുമ്പം സഫല പ്രതിരോധം, മൊത്തത്തിലുള്ള പ്രതിരോധം വളരെ കുറയാണ് ചെയ്യുക. ഇവിടെ ഉള്ളതിനേക്കാളും കുറഞ്ഞു വരികയാണ് ചെയ്യുക. ഇനി ഈ ഇക്വേഷനെ തന്നെ നമ്മൾ മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കാറുണ്ട്. അതിങ്ങനെയാണ്. ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുക. അപ്പം 1/R ഇസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ്? ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 ഇൻറ്റു R2 പ്ലസ് 1 ഇൻറ്റു R1 ഡിവൈഡഡ് ബൈ R1 ഇൻറ്റു R2 ഇത് 1/R. നമുക്ക് വേണ്ടത് R ആണ്. അപ്പൊ ഇത് തിരിച്ചിടുക. R ഇസ് ഈക്വൽ ടു, തിരിച്ചിടുക എന്ന് പറഞ്ഞാൽ വിൽക്രമം, റെസിപ്രോക്കൽ എന്ന് പറയും. തിരിച്ചിടുക. ഇവിടെ തിരിച്ചിടണം R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഇങ്ങനെയും നമ്മൾ ഇക്വേഷനെ അവതരിപ്പിക്കാറുണ്ട്. രണ്ടും ഒരു ഇക്വേഷൻ തന്നെയാണ്. ഇതാണ് സമാന്തര രീതിയിൽ സഫല പ്രതിരോധം കണ്ടുപിടിക്കാനുള്ള മാർഗം. ഇങ്ങനെ കണ്ടുപിടിച്ചാൽ ആ സഫല പ്രതിരോധം വളരെ കുറവായിരിക്കും എന്ന് മനസ്സിലാക്കുക. രണ്ട് ഇക്വേഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. സീരീസ് കണക്ഷനിൽ R ഇസ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് എക്സെട്ര, എത്ര എണ്ണം ഉണ്ടോ അത്രയും വരെ ഇങ്ങനെ പോകണം. പാരലൽ കണക്ഷനിൽ 1/R ഇസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് എക്സെട്ര ഇങ്ങനെ പോകണം, തുടർന്ന് പോകണം. എത്ര എണ്ണം ഉണ്ടോ അത്രയും. ഈ രണ്ട് ഇക്വേഷനാണ് നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ള രണ്ട് ഇക്വേഷൻ. ഇതെങ്ങനെ കിട്ടിയെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. നോക്കൂ, ഇതൊരു സർക്യൂട്ടാണ്. ഇതെന്ത് സർക്യൂട്ടാണ്? ഇത് സീരീസ് കണക്ഷന്റെ ശ്രേണി രീതിയുടെ സർക്യൂട്ടാണ്. ഈ സർക്യൂട്ടിൽ 2 ohm 3 ohm എന്നിങ്ങനെ രണ്ട് റെസിസ്റ്ററുകളാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. അവൻ 20 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സർക്യൂട്ടിന് മൊത്തമായിട്ട് എത്രത്തോളം റെസിസ്റ്റൻസ് ഉണ്ട്, അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്, ടോട്ടൽ ഇവിടെ എത്ര റെസിസ്റ്റൻസ് ഉണ്ട്, സഫല പ്രതിരോധം, അതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട്. എന്താണ് ഇക്വേഷൻ? എന്താണ്? R എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ്, മൊത്തത്തിലുള്ള പ്രതിരോധം, സഫല പ്രതിരോധം ഇസ് ഈക്വൽ ടു R1 പ്ലസ് R2 രണ്ടെണ്ണം ആയതുകൊണ്ടാണ് R1 പ്ലസ് R2. മൂന്നെണ്ണം ഉണ്ടെങ്കിൽ R1 പ്ലസ് R2 പ്ലസ് R3 എത്ര എണ്ണം ഉണ്ടോ അത്രയും ആഡ് ചെയ്യുക, സമ്മ് കാണുക, വളരെ എളുപ്പമാണ്. അപ്പം 2 പ്ലസ് ഫസ്റ്റ് 2 ആണ്, ദെൻ 3, 2 പ്ലസ് 3 5 ohm. അപ്പൊ ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്, സഫല പ്രതിരോധം 5 ohm ആണ്. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട്, വൈദ്യുത പ്രവാഹ തീവ്രത എത്ര എന്നുള്ളതാണ് ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്.
അപ്പോൾ നോക്കൂ, നമ്മൾ പഠിച്ചിട്ടുണ്ട് സീരീസ് കണക്ഷൻ ആണ് എങ്കിൽ, ശ്രേണി രീതിയാണ് എങ്കിൽ എത്ര റെസിസ്റ്റൻസുകൾ കണക്ട് ചെയ്താലും അതിലൂടെ എല്ലാം ഒഴുകുന്ന കറണ്ട് സെയിം ആയിരിക്കും. അതിലൊരു വ്യത്യാസം ഉണ്ടാവില്ല. എത്ര എണ്ണം വേണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ, ഇവിടെ 2 എണ്ണമാണുള്ളത്, 2, 3, 4, 5, 100 എത്ര റെസിസ്റ്ററുകൾ വേണമെങ്കിലും ഇവിടെ കണക്ട് ചെയ്യാം. എല്ലാത്തിലൂടെയും പാസ് ചെയ്യുന്ന കറണ്ട്, ഇന്റൻസിറ്റി ഓഫ് കറണ്ട്, വൈദ്യുത പ്രവാഹ തീവ്രത തുല്യമായിരിക്കും. അത് കണ്ടുപിടിക്കാം നമുക്ക്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഓംസ് ലോ ആണ്. ഓം നിയമം. എന്താണ് ഓംസ് ലോയിൽ പറഞ്ഞിട്ടുള്ളത്? ഓംസ് ലോയിൽ പറഞ്ഞിട്ടുള്ളത് I is equal to current is equal to V by R. Current is equal to V by R. That is equal to എത്രയാണ് നമ്മുടെ വോൾട്ടേജ്? 20 വോൾട്ട് ആണ് നമ്മൾ നൽകുന്നത്. ഡിവൈഡഡ് ബൈ ആർ റെസിസ്റ്റൻസ്. അങ്ങനെ പറഞ്ഞാൽ മൊത്തത്തിലുള്ള റെസിസ്റ്റൻസ് അത് എത്രയാണ്? 5 ആണ്. 20 ഡിവൈഡഡ് ബൈ 5. 20 ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ 4 ആംപിയർ. അപ്പൊ 4 ആംപിയർ കറണ്ട് ആണ് ഈ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് എത്ര റെസിസ്റ്ററുകൾ ഉണ്ടായാലും ശരി 4 ആംപിയർ ആയി. ഇതാണ് സീരീസ് കണക്ഷൻ. ഇനി നമുക്ക് പാരലൽ കണക്ഷൻ, സമാന്തര രീതി ഒന്ന് പരിശോധിക്കാം. പാരലൽ കണക്ഷൻ. ഈ കണക്ഷനിൽ നമുക്ക് വേണമെങ്കിൽ ഒരു സ്വിച്ച് കണക്ട് ചെയ്യാം, ഇവിടെ ഒരു സ്വിച്ച് കണക്ട് ചെയ്യാം. രണ്ടിനും സെപ്പറേറ്റ് സ്വിച്ച്. ഇതാണ് പാരലൽ കണക്ഷൻ. ഇവിടെ 2 ഓം റെസിസ്റ്റർ, ഇവിടെ 3 ഓം റെസിസ്റ്റർ. രണ്ടെണ്ണം നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. 20 വോൾട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നേരത്തെ ഇങ്ങനെ തന്നെയായിരുന്നു, പക്ഷെ കണക്ഷൻ സീരീസ് ആയി. ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാം. മൊത്തത്തിൽ എത്ര റെസിസ്റ്റൻസ് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. അത് നമ്മുടെ ഇക്വേഷൻ 1/R is equal to 1/R1 plus 1/R2 എന്നാണ്. വാല്യൂസ് കൊടുക്കാം. 1/R is equal to 1/2, ഇവിടെ 2 ആണ്, പ്ലസ് 1/3. ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തും. നമുക്കറിയാം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 3, 1 into 3, 3 plus 1 into 2, 2 divided by 2 into 3, 6. It is equal to 5/6. ഇതാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഇപ്പൊ കിട്ടിയ ആൻസർ 1/R ആണ്. നമുക്ക് വേണ്ടത് R, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്, സഫല പ്രതിരോധം R. R കാണണമെങ്കിൽ ഈ 1/Rന്റെ റെസിപ്രോക്കൽ അതിനെ തിരിച്ചിടുക. റെസിപ്രോക്കൽ വിൽക്രമം, അതാണ് R. ഇതിനെ തല തിരിച്ചിട്ടതാണ്. 1/Rനെ തിരിച്ചിട്ടതാണ്. അതാണ് റെസിപ്രോക്കൽ എന്ന് പറയും. അപ്പൊ ഇവിടെ അതേപോലെ ചെയ്യണം. 5/6 എന്നുള്ളത് 6/5 ആയിരിക്കും. 6/5, 6 ഡിവൈഡഡ് ബൈ 5. 6 ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ എത്രയാ? 6 ഡിവൈഡഡ് ബൈ 5. ഒരു പ്രാവശ്യം ബാക്കി 1 0.25. അപ്പൊ എത്ര നമ്മൾ ആൻസർ കിട്ടിയത്? ദിസ് ഈക്വൽ ടു 1.2 ഓം. 1.2 ഓം. ഇതാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഇവിടെയുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് 1.2 ഓം ആണ്. ഇവിടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറയാണ് ചെയ്തത്. പഠിച്ചു വെക്കുക. പാരലൽ കണക്ഷനിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ്, മൊത്തത്തിലുള്ള സഫല പ്രതിരോധം കുറയും. നേരത്തെ കണ്ടു സീരീസിൽ അത് വളരെ കൂടുതലാണ്, അത് കൂടുകയാണ് ചെയ്യുക. ഇവിടെ കുറയാണ് ചെയ്യുക. അത് കിട്ടി. ഇനി കറണ്ട്. ഇതിലും കറണ്ട് ഉണ്ട്, ഇതിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടായിരിക്കും. അപ്പൊ ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് വേറെ ആയിരിക്കും, രണ്ടാമത്തേലൂടെ ഒഴുകുന്ന കറണ്ട് വേറെ ആയിരിക്കും. ഈ 2 ഓം റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന കറണ്ട് വേറെ ആയിരിക്കും, 3 ഓമിലൂടെ ഒഴുകുന്ന കറണ്ട് വേറെ ആയിരിക്കും. സെപ്പറേറ്റ് ആണ്, ഒരേ കറണ്ട് അല്ല, വ്യത്യസ്തമായ വൈദ്യുതിയാണ് ഒഴുകുക. കാരണം ഈ കണക്ഷന്റെ പേര് പാരലൽ എന്നാണ്. എന്നാൽ ഈ കൊടുത്ത 20 വോൾട്ട് രണ്ടാൾക്കും ഒരേപോലെ കിട്ടും. അപ്പൊ നമുക്ക് ഈ ഒന്നാമത്തെ സർക്യൂട്ടിലെ കറണ്ട്, ഈ ഒന്നാമത്തെ റെസിസ്റ്ററിലെ കറണ്ട്, ഒന്നാമത്തെ പ്രതിരോധത്തിലെ കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇക്വേഷൻ എഴുതും. ഓംസ് ലോ ഉപയോഗിച്ചിട്ട് I is equal to V/R എന്നെഴുതും. ഒന്നാമത്തെ റെസിസ്റ്റർ ആണെങ്കിൽ നമ്മൾ 20 ഡിവൈഡഡ് ബൈ R. എത്രയാണ്? 2. ഇറ്റ് ഈസ് ഈക്വൽ ടു 20/2 പറഞ്ഞാൽ എത്രയാണ്? 10 ആംപിയർ. ഇത് ഒന്നാമത്തെ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കുക. പാരലൽ കണക്ഷൻ, സീരീസ് കണക്ഷൻ എന്നിവയാണെന്ന് പഠിച്ചത്. അതിൻ്റെ പ്രത്യേകതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് ഇതിൻ്റെ കൂടെ നൽകുന്നു.